മനുഷ്യൻ ശാസ്ത്രത്തെക്കുറിച്ചും ബഹിരാകാശത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ തുടങ്ങിയത് മുതൽ അവനുണ്ടായിരുന്ന സംശയമാണ് ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ. പലരും ഏലിയൻസ് കണ്ടു, യുഎഫ്ഒ കണ്ടു എന്നൊക്കെ പറയുമെങ്കിലും നിലവിൽ ശാസ്ത്ര ലോകത്തിന് ഏലിയൻസിനെ സംബന്ധിച്ച് യാതൊരു വിവരം തന്നെ ലഭിച്ചിട്ടില്ല. നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പും കെപ്ലർ ടെലിസ്കോപ്പും ഒരുപാട് ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ജീവൻ കണ്ടെത്തിയിട്ടില്ല കേട്ടോ. അതിൽ നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു ഉപഗ്രഹമാണ് യൂറോപ്പ. എന്താണ് യൂറോപ്പ? ജീവൻ നിലനിൽക്കാൻ മാത്രമുള്ള എന്ത് സവിശേഷതയാണ് യൂറോപ്പയ്ക്ക് ഉള്ളത്? നമുക്ക് പോയാലോ യൂറോപ്പിലെ ആ മഞ്ഞു നിറഞ്ഞ ലോകത്തേക്ക്. യൂറോപ്പ എന്നത് നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പിറ്ററിന്റെ ഉപഗ്രഹമാണ്. നമുക്കറിയാം ജൂപ്പിറ്ററിന് ഏകദേശം 95 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും വലിയ ഉപഗ്രഹങ്ങളാണ് അയ്യോ, യൂറോപ്പ, ഗാനിമേഡ, കലിസ്റ്റോ. ഇവയെ ഗലീലിയൻ മൂൺസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം 1610 ഈ 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ്. അതുകൊണ്ടാണ് ഇവയെ ഗലീലിയൻ മൂൺസ് എന്നറിയപ്പെടുന്നത്. ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ജൂപ്പിറ്റർ എന്ന ഗ്രഹം രൂപപ്പെട്ടത്. ജൂപ്പിറ്ററിന്റെ രൂപീകരണത്തിന് ശേഷം അവശേഷിക്കുന്ന പൊടിപടലങ്ങളിൽ നിന്നുമാണ് അതിന്റെ ഉപഗ്രഹങ്ങൾ രൂപപ്പെട്ടത്. ഈ സംഭവം നടന്നത് 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് ഭൂമിയുടെ ഏകദേശം അതേ പ്രായമാണ് ഈ ഉപഗ്രഹങ്ങൾക്ക്. ജൂപ്പിറ്ററിനെയും ഗലീലിയൻ മൂൺസിനെയും ചേർത്ത് നമുക്കൊരു മിനി സോളാർ സിസ്റ്റം എന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാം. കാരണം സൂര്യൻ ഉണ്ടായതിനു ശേഷം അവശേഷിക്കുന്ന പൊടിപടലങ്ങളിൽ നിന്നുമാണ് മറ്റു ഗ്രഹങ്ങൾ ഉണ്ടായത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. കൂടാതെ സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങൾക്കും അതിന്റെ സാന്ദ്രതയ്ക്ക് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഗലീലിയൻ മൂൺസിനും. ഭൂമിയിൽ നിന്ന് 628 മില്യൺ കിലോമീറ്റർ അകലെയായിട്ടാണ് യൂറോപ്പ സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞ് നിറഞ്ഞ ലോകമായി കാണപ്പെടുന്ന യൂറോപ്പ മാത്രമല്ല കേട്ടോ, ജൂപ്പിറ്ററിന്റെ മറ്റു ഉപഗ്രഹങ്ങളായ കാലിസ്റ്റോ, ഗാനിമേഡയും ഇതുപോലെ തന്നെയാണ്. പക്ഷേ കാലിസ്റ്റോയും ഗാനിമേഡയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യൂറോപ്പയ്ക്ക് കുറച്ചും കൂടെ മിനുസമായ സർഫസ് ആണ്. മാത്രമല്ല നമ്മുടെ ചന്ദ്രന്റെ 90% വലിപ്പം മാത്രമേ യൂറോപ്പയ്ക്കുള്ളൂ. ചുരുക്കി പറയാം, ചന്ദ്രനേക്കാൾ കുറച്ചും കൂടെ ചെറുത്. പക്ഷേ ഇവിടെ ഐസാൽ നിറഞ്ഞത് കൊണ്ട് തന്നെ ചന്ദ്രനേക്കാൾ കുറച്ചും കൂടി തിളക്കമായതായിട്ടാണ് കാണപ്പെടുന്നത്. സൂര്യനിൽ നിന്ന് ഏറെ അകലെയായതുകൊണ്ട് ഇവിടെ ലഭിക്കുന്ന പ്രകാശം വളരെ കുറവാണ്. നമ്മുടെ ഗ്രഹത്തെ പോലെ തന്നെ ഇവിടെയും പാളികളായാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ അയൺ കോർ, റോക്കി മാൻഡിൽ, ഉപ്പുവെള്ളമുള്ള ഒരു സമുദ്രം, അതിനു മുകളിൽ ഐസ് പാളികളും ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. ഈ ഐസ് പാളികൾക്ക് ഏകദേശം 15 മുതൽ 25 കിലോമീറ്റർ വരെ ഘനമുണ്ട്. കൂടാതെ ഇവിടുത്തെ സമുദ്രത്തിന് 60 മുതൽ 150 കിലോമീറ്റർ വരെ ആഴമുള്ളതായി കണക്കാക്കപ്പെടുന്നു. നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ മെറൈന ട്രെഞ്ചിന് വരെ 11 കിലോമീറ്റർ മാത്രമേ ആഴമുള്ളൂ. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, യൂറോപ്പിലെ സമുദ്രങ്ങൾക്ക് ഭൂമിയിലെ സമുദ്രങ്ങളെ അപേക്ഷിച്ച് എത്രമാത്രം ആഴമുണ്ടെന്ന്. 6,71,000 കിലോമീറ്റർ അകലെ നിന്നാണ് യൂറോപ്പ ജൂപ്പിറ്ററിനെ വലയം ചെയ്യുന്നത്. യൂറോപ്പയുടെ ഭ്രമണപഥം എന്നത് ദീർഘവൃത്താകൃതിയാണ് കേട്ടോ. ഇത് കാരണം യൂറോപ്പയുടെ ഉപരിതലം വലിച്ചു നീട്ടപ്പെടാൻ കാരണമാകുന്നു. ഈ ഒരു ഓർബിറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷൻ കാരണം യൂറോപ്പയുടെ കോർ ഇപ്പോഴും ആക്റ്റീവാണ്. ഈ കോറിൽ നിന്നുള്ള ചൂട് കാരണം അവിടെ ഹൈഡ്രോ തെർമൽ വെന്റുകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള ഹൈഡ്രോ തെർമൽ വെന്റുകൾ നമ്മുടെ ഭൂമിയിലെ സമുദ്രങ്ങളിലും കാണാൻ സാധിക്കും. പ്രധാനമായും വൾക്കാനിക് ആക്ടിവിറ്റിയുടെ ഫലമായാണ് ഈ ഹൈഡ്രോ തെർമൽ വെന്റുകൾ ഉണ്ടാകുന്നത്. ഒരു വലിയ ആവാസ വ്യവസ്ഥയിൽ തന്നെ ഭൂമിയിലെ ഈ ഹൈഡ്രോ തെർമൽ വെന്റുകൾക്ക് അടുത്തായി നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിക്ക് പുറത്ത് ഒരു ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന് 3 കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്: ലിക്വിഡ് വാട്ടർ, കെമിസ്ട്രി, എനർജി. ഈ 3 കാര്യങ്ങളും യൂറോപ്പയിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. നമുക്കറിയാം യൂറോപ്പ ജലത്താൽ നിറഞ്ഞൊരു ലോകമാണെന്ന്. കൂടാതെ ഇവിടുത്തെ സമുദ്രത്തിൽ ഉപ്പിന്റെ അംശം ഉണ്ടെന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന ജീവികൾക്ക് അത് വളരെ ഗുണകരമാണ്. കൂടാതെ നമ്മുടെ ഭൂമിയിൽ ജീവൻ ഉണ്ടായത് ഉപ്പ് നിറഞ്ഞ കടൽ ജലത്തിലാണ്. അതുപോലെ ഇവിടെയും ജീവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് കെമിസ്ട്രി. നമ്മൾ അടങ്ങുന്ന ജീവജാലങ്ങളുടെ ശരീരം കാർബൺ, ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയ നിരവധി മൂലകങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെയുള്ള മൂലകങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിൽ സാധാരണയായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യൂറോപ്പിൽ ഇത് തീർച്ചയായും ഉണ്ടായിരിക്കും. ഈ മൂലകങ്ങൾ കാരണം ഇനി അവിടെ ജീവൻ ഉണ്ടായിട്ടുണ്ടെങ്കിലോ?
പക്ഷെ ജീവൻ ഉണ്ടാവാൻ ഒരു ഘടകം കൂടെ ആവശ്യമാണ്. അതാണ് എനർജി. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈഡ്രോതെർമൽ വെന്റുകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടാകുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, എനർജി ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. ഈ സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടാണ് ചെടികളിൽ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ നടക്കുന്നത്. പക്ഷേ യൂറോപ്പിൽ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് വളരെ കുറവാണ്. അതിനാൽ അവിടെ ലഭിക്കുന്ന എനർജിയുടെ അളവും വളരെ കുറവായിരിക്കും. പൊതുവെ മഞ്ഞ് നിറഞ്ഞ ലോകമായതിനാൽ അവിടെ ചെടികൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജീവികൾ ഹൈഡ്രോതെർമൽ വെന്റുകളെ ആശ്രയിച്ചായിരിക്കും ജീവിക്കുന്നത്. ഭൂമിയിലെ സമുദ്രങ്ങളിലെ ഹൈഡ്രോതെർമൽ വെന്റുകളിൽ കീമോസിന്തസിസ് വഴിയാണ് ജീവികൾ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്. കീമോസിന്തസിസ് എന്നാൽ കെമിക്കൽ എനർജിയെ ഓർഗാനിക് എനർജിയാക്കി മാറ്റുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ സമുദ്രങ്ങളിലും ഇത്തരം വെന്റുകൾ ഉണ്ടെങ്കിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കൂടാതെ യൂറോപ്പയ്ക്ക് 4.5 ബില്യൺ വർഷം പ്രായമുണ്ടെങ്കിലും ഇതിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഐസ് പാളികൾക്ക് 40 മുതൽ 90 മില്യൺ വർഷങ്ങൾ പ്രായം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ജീവി സമൂഹം ഉണ്ടായി നശിച്ചു പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്നാലും ബാക്ടീരിയ, ഫംഗസ് പോലെയുള്ള സൂക്ഷ്മജീവികൾ ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. 1995 മുതൽ 2003 വരെയുള്ള നാസയുടെ ഗലീലിയോ സ്പേസ് ക്രാഫ്റ്റിന്റെ നിരീക്ഷണ പ്രകാരം ഇതിന്റെ ഉപരിതലത്തിൽ ഒരുപാട് ക്രാറ്ററുകളുണ്ട്. ക്രിസ് ക്രോസ് പാറ്റേൺ പോലുള്ള ഒരുപാട് വിള്ളലുകളും കാണാൻ സാധിക്കും. ഇതിന് ഏകദേശം 1 കിലോമീറ്റർ മുതൽ 2 കിലോമീറ്റർ വരെയാണ് വീതി. കൂടാതെ ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം നീളവും ഉണ്ട്. ഈ വിള്ളലുകൾ പലതും ചുവപ്പും ലൈറ്റ് ബ്രൗൺ കളറിലുമായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൽ ഉപ്പിന്റെ അംശവും സൾഫർ കോമ്പൗണ്ട്സിന്റെ അംശവും അടങ്ങിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ കോമ്പൗണ്ട്സ് റേഡിയേഷനുമായി ചേരുമ്പോഴാണ് ചുവപ്പ് നിറത്തിൽ പ്രതിഫലിക്കുന്നത്. ഇവിടുത്തെ അന്തരീക്ഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. 2013 ഹബിൾ ടെലിസ്കോപ്പ് യൂറോപ്പയെ നിരീക്ഷിച്ചിരുന്നു. ഈ നിരീക്ഷണ പ്രകാരം യൂറോപ്പയുടെ ഉപരിതലത്തിൽ വൻതോതിൽ ജലം പുറത്തള്ളപ്പെട്ടിരുന്നു. അതായത് നമ്മുടെ ഭൂമിയിലെ ഗീസറുകൾ പോലെ ഇതിനെ പ്ലൂംസ് എന്നാണ് പറയുന്നത്. ഈ പ്ലൂമുകൾക്ക് 160 കിലോമീറ്റർ വരെ ഉയരമുണ്ടായിരുന്നു. ഇവിടെയാണ് നാസയുടെ ക്ലിപ്പർ മിഷന് കൂടുതൽ പ്രാധാന്യമുള്ളത്. ജൂപ്പിറ്ററിനെ കുറിച്ചും അതിന്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ചും പഠിക്കുക എന്നതുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ മിഷന്റെ ഭാഗമായി ക്ലിപ്പർ പേടകം 44 പ്രാവശ്യം യൂറോപ്പയുടെ അടുത്തുകൂടി കടന്നുപോകും. ഇതിൽ ഏറ്റവും അടുത്തുകൂടി കടന്നുപോകുന്ന ദൂരം എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ആണ്. ഈ സമയങ്ങളിൽ യൂറോപ്പയുടെ ഉൾഭാഗങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പ്ലൂംസിനെ ശേഖരിക്കുകയും അതിൽ അടങ്ങിയിരിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളെക്കുറിച്ച് പഠിക്കുകയും ജീവന സാന്നിധ്യമുള്ള ഓർഗാനിക് കണികകളെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നു. നിലവിലത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യൂറോപ്പിൽ ജീവനുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചേക്കും. പക്ഷേ അതിൽ ഒരുപാട് കാലതാമസം എടുക്കും. കാരണം ദൂരമാണ്. യൂറോപ്പ ഭൂമിയിൽ നിന്ന് 628 മില്യൺ കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്ന് അയക്കുന്ന പേടകങ്ങൾ അവിടത്തേക്ക് എത്തിച്ചേരാൻ കുറഞ്ഞത് 6 വർഷമെങ്കിലും എടുക്കും. 2024 ഒക്ടോബറിൽ വിക്ഷേപിച്ച ക്ലിപ്പർ പേടകം 2030കളിൽ അവിടെ എത്തിച്ചേരുമെന്നാണ് കരുതപ്പെടുന്നത്. അവിടുത്തെ സമുദ്രങ്ങളിൽ ജീവന്റെ അംശം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി 2030 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? യൂറോപ്പിൽ ജീവൻ ഉണ്ടായിരിക്കുമോ? ഉണ്ടെങ്കിൽ തന്നെ അവയെ നമ്മൾ കണ്ടെത്തുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.